ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടനവധി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജയറാം നായകനായി ഡി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ ആശകൾ 1000 എന്ന സിനിമയുടെ 19 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 7 കോടി 4 ലക്ഷം രൂപയാണ് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 79 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7 കോടി 83 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് $3,10,000, അതായത് 2 കോടി 81 ലക്ഷം രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 19 ദിവസം കൊണ്ട് 10 കോടി 64 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കേരള ഷെയറായി 3 കോടി 20 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഷെയറായി 4 കോടി 56 ലക്ഷം രൂപയും സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ലെങ്കിലും നിലവിൽ സിനിമ ബ്രേക്ക് ചെയ്യുന്ന പോയിന്റ് മറികടന്നിട്ടില്ല. ഫെബ്രുവരി 14 മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളായി തിയേറ്ററിലെത്തിയ കന്നഡ സിനിമയാണ് സീതാപയനം. നിരഞ്ജൻ സുധീന്ദ്ര, ഐശ്വര്യ അർജുൻ, പ്രകാശ് രാജ്, സത്യരാജ്, കോവൈ ശരള, ബിത്തിരി സതി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. കേരളത്തിൽ ഈ സിനിമയുടെ വിതരണം ഗോകുല മൂവീസിനായിരുന്നു. നിലവിൽ ഈ സിനിമയുടെ 11 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം കർണാടക 59 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങൾ 99 ലക്ഷം, തമിഴ്നാട് 22 ലക്ഷം, കേരളം 6 ലക്ഷം എന്നിങ്ങനെ 1 കോടി 86 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $5,100 കളക്ട് ചെയ്തിട്ടുള്ളത്, അതായത് 4,63,000 രൂപ. അങ്ങനെ കേവലം 1 കോടി 91 ലക്ഷം രൂപയാണ് 11 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തിയേറ്റർ ഷെയറായി 86 ലക്ഷം മാത്രം ലഭിച്ച ഈ സിനിമ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ്. വാലന്റൈൻ ഡേയ്സ് പ്രമാണിച്ച് ഫെബ്രുവരി 14 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് കപ്പിൾ ഫ്രണ്ട്ലി. സന്തോഷ് ശോഭൻ, മാനസ വാരണാസി, രാജീവ് കനകല, യോഗി ബാബു, അഞ്ജലി നായർ, സുനിൽ റെഡ്ഡി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. അശ്വിൻ ചന്ദ്രശേഖർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് അത്യാവശ്യം മികച്ച ഹോൾ നിലനിർത്തി മുന്നോട്ട് പോകാനാകുന്നുണ്ട്. ഈ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 8 കോടി 61 ലക്ഷം രൂപയും തമിഴ്നാട് കളക്ഷനായി 1 കോടി 18 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. കർണാടക കളക്ഷനായി 86 ലക്ഷം ഉൾപ്പെടെ 10 കോടി 65 ലക്ഷം രൂപയാണ് 10 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1,38,000, അതായത് 1 കോടി 25 ലക്ഷം ഉൾപ്പെടെ 11 കോടി 90 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ഈ സിനിമ 10 ദിവസം കൊണ്ട് 12 കോടി 67 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഷെയറായി ഈ സിനിമയ്ക്ക് 5 കോടി 20 ലക്ഷം രൂപ സ്വന്തമാക്കാനായിട്ടുണ്ട്. അനുഭവ് സിൻഹ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് അസി. ചിത്രത്തിൽ തപ്സി പന്നു, കനി കുസൃതി, രേവതി, മനോജ് ബഹുവ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം ആദ്യ ദിവസം 1 കോടി 22, രണ്ടാം ദിവസം 1 കോടി 96, മൂന്നാം ദിവസമായ ഞായറാഴ്ച 2 കോടി 5, നാലാം ദിവസമായ തിങ്കളാഴ്ച 87 ലക്ഷം എന്നിങ്ങനെ 6 കോടി 10 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 82 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 6 കോടി 92 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ഷെയറായി ഈ സിനിമയ്ക്ക് 3 കോടി 40 ലക്ഷം രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയത് ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിത്ത് ലവ്. അഭിഷാന്ത് ജീവന്ത്, അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളായി മദൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ 19 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 27 കോടി 10 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 2 കോടി 96 ലക്ഷം, കർണാടകയിൽ നിന്ന് 1 കോടി 98, കേരളത്തിൽ നിന്ന് 31 ലക്ഷം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 18 ലക്ഷം എന്നിങ്ങനെ 32 കോടി 53 ലക്ഷം രൂപയാണ് 19 ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $3,84,000, അതായത് 3 കോടി 49 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 19 ദിവസം കൊണ്ട് 36 കോടി 2 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി നിലവിൽ ലഭിച്ചിട്ടുള്ളത് 16 കോടി 50 ലക്ഷം രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.